ഒരു ഫിഷ് അങ്ങ് ഗ്രില്ല് അടിച്ചാലോ? വൈകുന്നേരം ആയപ്പോ എല്ലാരും കൂടി പുറത്ത് തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരുന്നപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗ്രില്ലും കൂടി ചെയ്ത് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഇതാ നല്ല സീബ്രിയും മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്തത് കഴിക്കാനായിട്ട് ഞങ്ങളെക്കാട്ടിലും മുന്നേ ഏവക്കുട്ടൻ ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രില്ലൊക്കെ ഒന്ന് ചൂടാകുന്നവരെ ഏവമോടെ പാട്ടിന് താളം പിടിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഗ്രില്ലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഫിഷിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചിക്കനും കൂടെ മാരിനേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊക്കെ കനലിലോട്ട് വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ എല്ലാം നല്ലൊരു മണം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ മസാല തേക്കാതെ വെച്ചിരിക്കുന്ന ചിക്കൻ ഏവമോക്കുള്ളതാണ്. അതൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ഏവമോൾ ഇതേ സോസേജും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഫിഷ് ഒന്ന് നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു നോക്കാം. കുറച്ചു നേരം കൂടെ വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് സോസേജ് ഒക്കെ റെഡിയായി ഏവമോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോസേജ് കഴിക്കരുതെന്ന് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫിൻലാൻഡിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കഴിക്കുന്ന ഒരു സംഭവമാണിത്. ഇവിടെ പിന്നെ ഫുഡിന്റെ സേഫ്റ്റി ഒക്കെ അത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും. അപ്പൊ നമുക്ക് ഫിഷ് ഒന്ന് കഴിച്ചു നോക്കിയാലോ? സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല പോളി ടേസ്റ്റ് ആണ്.